മൗനാനുരാഗം. അവളുടെ ആ ഒറ്റ മുറിയിലാകെ മരുന്നുകളുടെ രൂക്ഷമായ ഗന്ധം വ്യാപിച്ചു പരന്നിരുന്നു. ജനാലക്കരികിലായി ചാരുകസേരയിലിരുന്ന് അവൾ ഉദ്യാനത്തിലേക്ക് മുഖം തിരിച്ച് പുറം കാഴ്ചകൾ നോക്കി കണ്ണുനട്ടിരിപ്പ് പതിവായിരുന്നു. നിദ്രാരഹിതമായ ദിനങ്ങൾ ഓരോന്നായി അവളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. മകൾ അനുഭവിക്കുന്ന വിധിയിൽ മാതാപിതാക്കൾ അന്യോന്യം ക്ലേശം പ്രകടിപ്പിച്ചു. റൂം വിട്ട് പുറത്തേക്കിറങ്ങിയെങ്കിൽ അത് ഹോസ്പിറ്റലിലേക്ക് മാത്രമാണ്. അതുമാത്രമായിരുന്നു അവളുടെ ലോകം എന്ന് തന്നെ പറയാം. കേവലം കുറച്ച് പുസ്തകങ്ങളും എഴുത്തുകളും മാത്രമാണ് അവളുടെ കൂട്ട്. ഓരോ കീമോ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും എണ്ണ കാച്ചി മിനുക്കിയ തൻ്റെ മുടിയിഴകളെ അവൾ ഓർത്തെടുക്കും. ഡിഗ്രി പഠനത്തിന് ശേഷമാണ് അവൾ ബ്ലഡ് ക്യാൻസർ എന്ന അസുഖം കാണപ്പെട്ടു തുടങ്ങിയത്. അസുഖത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ രോഗം മാറ്റിയെടുക്കാൻ കഴിയുമായിരിക്കും എന്ന് ഡോക്ടർ അവൾക്ക് പ്രതീക്ഷ നൽകി. അസഹ്യമായ നോവുകൾ വന്നു ചേരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിളിലൂടെ ഒലിച്ചിറങ്ങും. ആരോടും അധികം മിണ്ടാത്ത തികഞ്ഞ അച്ചടക്കത്തോടെ കഴിയുന്ന സൗമ്യവതിയായ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഈ വിധി വന്നല്ലോ എന്ന് അവളുടെ സ്നേഹബന്ധങ്ങൾ പറയുമായിരുന്നു. ഏറെ നാൾ തുറക്കാത്ത മുഖപുസ്തകം ഒരിക്കൽ അവൾ തുറന്നു നോക്കി. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കിടപ്പുണ്ട്. കിഷോർ PK. പരിചയമില്ലാത്ത മുഖമാണേലും എന്തോ അയാളുടെ പുഞ്ചിരി ഉളവാക്കുന്ന മുഖഭംഗിയാവണം അവൾ റിക്വസ്റ്റ് അംഗീകരിച്ചു. അദ്ദേഹം മാന്യനായിരുന്നു. സുഖദുഃഖങ്ങൾ അവളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. താൻ ഒരു രോഗിയാണെന്ന കാര്യം അവൾ അയാളോട് തുറന്നു പറഞ്ഞു. ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്താൽ അവൾ പതിയെ മന്ദഹസിച്ചു തുടങ്ങി. ദുഃഖത്തിൽ നിഴലിച്ച അവളുടെ മുഖം സന്തോഷത്തിൻ്റെ തെളിമയിലേക്ക് പതിയെ വെളിച്ചം കണ്ടു. മകളുടെ മാറ്റം കണ്ട് മാതാപിതാക്കളുടെ മനസ്സിലും തെല്ലും സന്തോഷം തിളർത്തു തുടങ്ങി. കേവലം സൗഹൃദത്തിൻ്റെ തെളിമയിലെന്നോണം അവർ പരസ്പരം കാണാൻ ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായി ഇറങ്ങി. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. മോളെ കൺമണി, ഞാനും കൂടി വരാം മോളെ എന്ന് അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, വേഗം ഞാൻ പോയി വരാം. അവൾ നടന്നു നീങ്ങുന്നത് മാതാപിതാക്കൾ പരസ്പരം മുഖത്തോടെ നോക്കി നെടുവീർപ്പിട്ടു. കൺമണി എന്നാണ് അവളെ അച്ഛനും അമ്മയും വീട്ടിൽ വിളിക്കാറ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയതാണ് അരുമയാർന്ന അരുണിമ എന്ന മകൾ. ചുറ്റമ്പലത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം അവൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. പെട്ടെന്നാണ് അവളുടെ പുറകിൽ നിന്നായി ഒരു വിളി കേട്ടത്. അരുണിമ! അവൾ ഞെട്ടിത്തിരിഞ്ഞ് പുറകിലോട്ട് നോക്കി. കാഴ്ചയിൽ സുമുഖൻ, ഇളം മഞ്ഞ ഷർട്ടും വെളുത്ത മുണ്ടും ധരിച്ച പ്രാകൃത വേഷക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. കുറച്ചു നേരത്തെ മൗനങ്ങൾ ഭേദിച്ച് അവർ സംസാരിച്ചു തുടങ്ങി. ഞാൻ കിഷോർ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. നിന്റെ മറുപടി എന്താണ്? അത് അറിയാനും കൂടി വന്നതാണ്. അവൾ മൗനം പൂണ്ടു. അയാൾ ചോദിച്ചു, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടും നീ ഒരു വാക്കുപോലും മൊഴിയാത്തതെന്താ? അവൾ പതിയെ പറഞ്ഞു, ഞാൻ എന്താണ് പറയേണ്ടത്? അവളുടെ വാക്കുകൾ വിറച്ചു. ഞാനൊരു രോഗിയാണ് എന്ന് മാത്രം മന്ത്രിച്ചു കൊണ്ടിരുന്നു. എന്തിനിങ്ങനെ ഒരു ത്യാഗം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു രോഗിക്ക് വേണ്ടി എന്തിനാണ് നിങ്ങളുടെ ഇനിയുള്ള നല്ല ജീവിതം പാഴാക്കി കളയുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, നിന്റെ സൗന്ദര്യത്തെ അല്ല, നിന്റെ നല്ല മനസ്സിനെയാണ്. പരസ്പരം തുറന്നു പറച്ചിലുകളാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ദൃഢത. നിന്റെ ഹൃദയവിശാലതയും എത്രത്തോളം എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനമെന്നറിയുമോ? രോഗങ്ങൾ ആർക്കാണ് വരാതിരിക്കുക? എല്ലാവരും ജീവിക്കുന്നില്ലേ? വൈകാതെ ഞാൻ തിരികെ വരും, കാത്തിരിക്കുക. ജീവിതത്തെ മുന്നോട്ട് നയിക്കാനെന്നോളം അതിജീവനത്തിൻ്റെ ആശ്വാസവാക്കുകൾ അയാൾ അവളിൽ പകർന്നു നൽകി. മുഴിഞ്ഞയാൾ നടന്നു നീങ്ങി. വരട്ടെ. വിറങ്ങലിച്ച വാക്കുകളാൽ എന്നവൾ മൂളി. വീട്ടിലെത്തി പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളോടും ചെടികളോടും അവൾ തൻ്റെ പ്രിയ തോഴൻ്റെ വിശേഷങ്ങൾ പങ്കിട്ടുകൊടുത്തു. മകളിലെ സന്തോഷവും ചിരിയും കണ്ട് മാതാപിതാക്കൾക്ക് ആനന്ദം കൊണ്ടു. കിഷോർ ക്രിസ്ത്യാനിയും അരുണിമ ഹിന്ദുവും ആയിരുന്നതിനാൽ കിഷോറിൻ്റെ വീട്ടിൽ ചില സമ്മതക്കുറവുണ്ടായിരുന്നു. അവൾ ഹിന്ദു ആണെന്ന കാര്യം മാത്രം വീട്ടിൽ ഉണർത്തി. അരുണിമയുടെ വീട്ടിൽ സമ്മതക്കുറവില്ലാതിരുന്നിരിക്കാം. മകളുടെ അവസ്ഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ സ്വീകരിക്കാൻ തയ്യാറായാൽ അതിലും വലിയ നന്മയുണ്ടോ? അവർ ചിന്തിച്ചു. ഒരു ദിവസത്തെ യാത്ര എന്നോളം ദൂരമായിരുന്നു രണ്ടാളുടെയും വീടുകൾ തമ്മിൽ. കിഷോർ തൻ്റെ വീട്ടുകാരുടെ നിലപാടുകളെ ഗൗനിക്കാത്ത വണ്ണം തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാതെ ഇതിൽ തന്നെ ഉറച്ചു നിന്നു.
എല്ലാ എതിർപ്പുകൾക്കും ഒടുവിൽ ഇരു കൂട്ടരും വിവാഹത്തിന് സമ്മതിച്ചു. ഖദർ മണ്ഡപത്തിൽ എല്ലാ ആരവങ്ങളോടും കൂടി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ അയാൾ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. വസന്തങ്ങളും ശിശിരങ്ങളും എല്ലാം അവരിൽ കടന്നുപോയി. ഇന്ന് രണ്ടു മക്കളുടെ അച്ഛനമ്മമാർ ഖദർ മണ്ഡപത്തിൽ എല്ലാ ആരവങ്ങളോടും കൂടി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ ലളിതം അത് വീണ്ടും പറയണ്ടായിരുന്നു. ഖദർ മണ്ഡപത്തിൽ എല്ലാ ആരവങ്ങളോടും കൂടി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ അയാൾ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. വസന്തകളും ശിശിരങ്ങളും എല്ലാം അവരിൽ കടന്നുപോയി. ഇന്ന് രണ്ട് മക്കളുടെ അച്ഛനമ്മമാരായി അവർ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. ഓക്കെ. ഖദർ മണ്ഡപത്തിൽ എല്ലാ ആരവങ്ങളോടും കൂടി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ അയാൾ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. വസന്തങ്ങളും ശിശിരങ്ങളും എല്ലാം അവരിൽ കടന്നുപോയി. ഇന്ന് രണ്ട് മക്കളുടെ അച്ഛനമ്മമാരായി അവർ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു.